നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് കൊടുത്തു വിടാനുള്ളൊരു പൊതി അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഫോർ മൈ ബ്രദർ ഇൻ ലോ. അതിനായിട്ട് ഞാനിതാ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ ഹാജരായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് സൗദിയിലേക്കുള്ള പാർസൽ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വലിയ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. അത്ര വലിയ സംഭവങ്ങളൊന്നും നമ്മൾ കൊടുത്തയക്കണില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ചിക്കൻ കടായി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ബീഫ് വരട്ടിയതും പുളിയിഞ്ചിയും. ആസ് യൂഷ്വൽ നമ്മൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കലുള്ളൂ, കൊടുക്കലുള്ളൂ. എനിവേ അതിൻ്റെ പരിപാടികൾ ഓരോന്നായിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ആക്കുന്ന കത്തിക്ക് കുറച്ച് മൂർച്ചം കൂടുതലാണ്. അപ്പോൾ ഉപ്പച്ചി എനിക്ക് പറഞ്ഞുതരാണ്, തലേ ദിവസം ഉപ്പാൻ്റെ കയ്യിന് തട്ടീനു ശ്രദ്ധിക്കാൻ പറയാണ് അത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ. ഞാനാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ കട്ട് ചെയ്യണത്. അപ്പോൾ തൽക്കാലം സംസാരങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ പറയാണ് കേട്ടോ ഉപ്പച്ചി. ഉള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ നേരെ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം ബീഫാണ് സെറ്റ് ചെയ്യണത് കേട്ടോ. ഇതൊക്കെ നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത്. അതായത് ഇങ്ങനത്തെ പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ വിറകടുപ്പ് യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. എക്സ്പെഷ്യലി പെരുന്നാക്ക്, പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കലുള്ളേ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഈ ഗ്യാസ് തന്നെയാണ്, ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് കുക്ക് ചെയ്യൽ. ബീഫ് നമ്മളിങ്ങനെ ജസ്റ്റ് വരട്ടിയിട്ട്, അതായത് ഇങ്ങനെ നല്ലോണം കറുപ്പിച്ചെടുക്കൂലേ, ആ ലെവൽക്കാണ് എടുക്കുന്നത്. നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ജീരകം പേസ്റ്റ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് ഉലുവയും പിന്നെ ബാക്കിയുള്ള മസാല പൗഡറുകൾ ഉണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ ബീഫ് വരട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാറുണ്ടാക്കുക. അതായത് വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യണില്ല, നമ്മൾ സാധാ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഈ തിരക്ക് പിടിച്ച സമയങ്ങളിൽ വെറൈറ്റി ഒന്നും ട്രൈ ആക്കി നോക്കാൻ പറ്റൂല. അപ്പം നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കൽ അതുപോലെ തന്നെ ഉണ്ടാക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് കേട്ടോ. അതായത് ഞാൻ വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ് ഞാൻ കേട്ടോ. അല്ലാതെ എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ അനിയത്തി ഒക്കെ വയ്ക്കണ പോലെയൊക്കെ ഓൾ ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞതാണ്, ഒരു നിർബന്ധം പറഞ്ഞിട്ടില്ലേനു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത കാരണം ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ബീഫ് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായിയുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് ആദ്യം പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ചിക്കൻ ആയാലും ശരി, ബീഫായാലും ശരി, അതൊക്കെ ഞാൻ വന്നപ്പോഴേക്ക് ഇപ്പച്ചിയും അനിയത്തിയും കൂടെ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതാ ചിക്കൻ മസാല പുരട്ടലൊക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് അപ്പക്കപ്പളെ തന്നെ പൊരിച്ചെടുക്കുകയാണേ. കടായി ചിക്കൻ ഉള്ളതല്ലേ, അല്ലാതെ നമ്മളിങ്ങനെ ലൈക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. തീ നല്ല ഉഷാറായിട്ട് കത്തുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടടുപ്പും കത്തിച്ചിട്ടോ. ഇതിപ്പോൾ രണ്ടടുപ്പുണ്ടായിട്ട് നമ്മൾ ഒറ്റടുപ്പിൽ മാത്രം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അതാ മറ്റേ അടുപ്പും കൂടെ കത്തിച്ചിട്ട് നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫിനെ. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണത്. അപ്പോൾ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് അനിയത്തിയാണ്. ഇതൊന്നും ചെയ്യണോണ്ടൊക്കെ വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ. ഓളെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവം ഉണ്ടല്ലോ, അത് പൊളിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല്, അതാണ് ഒക്കെ ഒട്ടും സഹിക്കാൻ കഴിയാത്തത്. ചിക്കൻ പൊരിക്കലൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ അത് മാത്രം മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ തീരുന്നുണ്ട്. ഒരു കാലത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണ കിച്ചണായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ നമ്മളിത് യൂസ് ആക്കലുള്ളൂ. നമുക്ക് അത്ര വലിയ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒക്കെ നമ്മളിതാ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, അതാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നിഷുവിന് സ്കൂൾക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്ക് വൈകുന്നേരം വരെയുണ്ട്. പക്ഷെ നമ്മുടെ നിഫ്രുകുട്ടന് ഉച്ച വരെ ഉള്ളൂ സ്കൂള്. വന്നപ്പോൾ ഓക്ക് ഭയങ്കര ഗെറ്റപ്പേന്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഓള് നമ്മളെ ആളാകും. ഞാനും ഓളെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു കീരിയും പാമ്പും പോലെയാണ് കേട്ടോ. എപ്പോഴും കൊത്തിക്കൊണ്ടേക്കാണ്. പിണക്കുള്ളടത്തെ പിണക്കുണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ, അത്ര കരുതിയാൽ മതി അതിലൊക്കെ. പിന്നെ അതാ നമ്മൾ കടായി ചിക്കനിലേക്കുള്ള ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി, അതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണേ. നമ്മൾ കുനുകുനാന്നരിഞ്ഞെടുക്കുമ്പോഴേക്ക് സമയം പോണ വയ്യ കാണൂല. ഇതിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനേക്കാളും നല്ല ഉഷാറായിട്ട് തന്നെ അരിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും ഈ ചോപ്പറിലിട്ടാൽ.
അനിയത്തിയുടെ ചിക്കൻ പൊരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാനിതൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു സെയിം അടുപ്പത്ത് തന്നെ നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കണം. അങ്ങനെ ആ ഒരു ചെമ്പട്ടിക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഈ ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് വഴറ്റി സെറ്റാക്കി എടുക്കുന്നത്. ദീദിൻ്റെ ഒച്ചയും ബഹളൊക്കെ കേട്ടിട്ട് ഐബുട്ടൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നിഫ്രൂട്ടന് ഒരു ചിക്കൻ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഓള് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ഉഷാറാണ്. അപ്പോൾ ഐബുട്ടന് തീറ്റിക്കാണ്. ഓളെ കിട്ടിയ പീസിൽ നിന്ന് അവളൊരു പങ്ക് ഓനും കൊടുക്കുന്നുണ്ട്. ബീഫ് ഇപ്പോഴും വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം തീരുമാനമാകും. തീയ് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ വലിയ തീയായിട്ട് തോന്നും. അതായത് ഇങ്ങനെ ഒന്നായിട്ട് കത്തിക്കരിയോ അങ്ങനെയൊക്കെ തോന്നും തീയൊക്കെ കാണുമ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സംഭവം അത്ര വലിയ ചൂടൊന്നുമില്ല. ഇതിപ്പോൾ ഫോണും ക്യാമറയും ഫിൽറ്ററും എല്ലാം കൂടെ കാണുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ഡബിൾ പവറായിട്ട് തോന്നുകയാണ്. കടായിക്കുള്ള ഉള്ളി വാട്ടാൻ നമ്മൾ നേരത്തെ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ലോണം വഴന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ടൊമാറ്റോ നമ്മൾ ജസ്റ്റ് ജ്യൂസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജീരകം പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കണുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ബീഫ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ചിലത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേവാൻ കുറേ സമയമെടുക്കും. എന്നാൽ നമ്മൾ ഒട്ടും മൈൻഡ് ആക്കണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അത്തരം സംഭവങ്ങളൊക്കെ വഴന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ബാക്കിയുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അത്തരം ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സോയാ സോസും ടൊമാറ്റോ സോസും തൈരും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുണ്ടായാൽ കുറച്ചും കൂടി ഉഷാറാണ്. പക്ഷെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മളത് വാങ്ങിച്ചിട്ടില്ല. അത് തന്നെ. കടായിയുടെ ഈ ഒരു മസാല നല്ലോണം വെന്ത് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാര്യം ഇവിടെയാണ് കിടക്കുന്നത്. ഇത് നല്ലോണം ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാവണം. അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളേ. അങ്ങനെ നല്ലോണം വെന്ത് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല കിടിലൻ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അതായത് നമ്മുടെ ബീഫിൻ്റെ പരിപാടി. ബീഫൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഡ്രൈ ആയി കിട്ടണം, നല്ല കറുപ്പ് കളറിൽ കിട്ടണം നമുക്ക്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് നമ്മുടെ തൂമിക്കണ പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ മസാല പൗഡറുകളൊക്കെ എന്തൊക്കെയാണോ കുറവുള്ളത് അതൊക്കെ നമ്മൾ ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കുക. വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കുറവേനു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് വിതറിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി. പക്ഷെ എപ്പോഴും നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാനായിട്ടില്ല കേട്ടോ. ആ കിടത്തം അവിടെ കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഡ്രൈ ആയിട്ട് കറുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കുറഞ്ഞ തീയിലായിട്ട് ഇതിന്മേൽ തന്നെ കിടത്തി വെക്കുകയാണേ. അപ്പോൾ അതവിടെ കിടന്നിട്ട് അങ്ങനെ വറ്റി വരണ്ട് സെറ്റായി കിട്ടട്ടെ. അന്നേരം നമുക്ക് നമ്മുടെ പുളിഞ്ചിയുടെ പരിപാടി പെൻഡിങ് ആണല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. കടായി റെഡിയായി, ബീഫ് വരട്ടിയതും റെഡിയായി. ദെൻ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കടുകും ഉലുവയും കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അത് നല്ലോണം മുരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളവിടെ ശർക്കരയൊക്കെ ഉരുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയല്ലേ പറയാ? അതന്നെ, ശർക്കര പാനി റെഡിയായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇത് ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് പൊതിർത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുരുവില്ലാത്ത പുളി ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര
ശർക്കരപ്പാനിയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് പരിപാടി, കൈയെടുക്കാണ്ട് ഇളക്കന്നെ. അപ്പം ഞാൻ കുറേ നേരം ഇളക്കി കുഴങ്ങിയപ്പോൾ അനിയത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൾ അവിടെ കിടന്ന് ഇളക്കണുണ്ട് കേട്ടോ. അന്നേരം വൈകുന്നേരമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിഷു ഇത് അവിടെ എത്തിയിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഓക്ക് വൈകുന്നേരം വരെ സ്കൂളുണ്ട് എന്നുള്ളത്. അപ്പോൾ നിഷു എത്തിയിട്ടുണ്ട്. നിഷു എത്തിയ ഉടനെ തന്നെ എന്തോ ബിസ്ക്കറ്റ് എന്തോ കിട്ടിയിട്ടുണ്ട് മദ്രസിന്. അപ്പോൾ അത് ഐബുട്ടന് കൊടുക്കുകയാണേ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വലിയ മൂഡില്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ചായ നമ്മൾ മിസ്സാക്കിയില്ല കേട്ടോ. നല്ല കട്ടനൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിക്കത് അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിന്. അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച്. പുളിഞ്ചിയുടെ പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതതാ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സാധനം ഇതിക്ക് ഇട്ട് കൊടുക്കന്നെ ചെയ്യരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കുറുക്കി എടുക്കണം കേട്ടോ, എന്നാലേ ആ കറക്റ്റ് പുളിഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. എന്നാലും അങ്ങനെയല്ല, നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള മര്യാദയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ നല്ല നമ്മൾ ഏതായാലും റിസ്ക് എടുക്കാൻ ഒരുങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ നല്ല കിടിലൻ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കിടിലൻ എന്ന് ഞാൻ ജസ്റ്റ് തള്ളല്ല കേട്ടോ, സംഭവം നല്ല അടിപൊളി തന്നെയാണ്. അതിലൊന്നും ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ബീഫും തന്നെ ഇവിടെ കിടന്ന് നല്ലോണം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോരാ, ഇനിയും കുറച്ചും കൂടി ഡ്രൈ ആവാനുണ്ട്. അതായത് ഇത് കേട് കൂടാണ്ട് നല്ല സേഫ് ആയിട്ട് അവിടെ എത്തണമല്ലോ. ഇതൊക്കെ റെഡി ആയ ഉടനെ തന്നെ അവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതാ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്, ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലോണം തണുത്ത് കിട്ടണം, അതായത് ഇങ്ങനെ ചൂടാറണം, അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം കട്ടാക്കിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുമാത്രമല്ലാണ്ട് നമ്മളിങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പച്ചി പോയിട്ട്. അപ്പോൾ അതും കൂടെ ഉണ്ട് കൊടുത്തേക്കാൻ. നമ്മുടെ ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.